ഓം നമഃ ശിവായ. പ്രിയപ്പെട്ടവരെ, മഹാദേവന്റെ തിരുസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ പല വിധത്തിലുള്ള വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ചിലവ ജ്യോതിഷ ആചാര്യന്മാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ വഴിപാട് ഇനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി കാണുന്ന ചില വഴിപാടുകൾ നമ്മൾ കഴിക്കാറുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ പലരും വഴിപാടുകൾ കഴിക്കുന്നുണ്ട് എങ്കിലും എന്താണ് ഈ വഴിപാട് കഴിക്കുമ്പോൾ കിട്ടുന്ന കൂടുതലായിട്ടുള്ള ഗുണങ്ങൾ എന്നതിനെക്കുറിച്ച് വലിയ ബോധങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ആരും അധികം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. പലപ്പോഴും പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യവും ചിലപ്പോൾ തെറ്റായിട്ട് തന്നെ വന്നേക്കാം. ഇന്ന കാര്യത്തിനെന്ന് വിചാരിച്ച് ചെയ്യുന്ന വഴിപാട് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് തെറ്റെന്ന് പറഞ്ഞത്. അല്ലാതെ ഈ വഴിപാട് കഴിപ്പിച്ചത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ട് എന്നുള്ളതല്ല. ഭഗവാൻ ഓർത്തുന്ന ഏതൊരു വഴിപാട് കൊണ്ട് വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യങ്ങളെ സംഭവിക്കുള്ളൂ, അതിൽ സംശയവും വേണ്ട. എന്തായാലും നമുക്കിന്ന് ശിവക്ഷേത്രത്തിൽ ചെയ്യാവുന്ന വളരെ ഗുണകരമായിട്ടുള്ള ചില വഴിപാടുകളും അവയുടെ ആ ഫലസിദ്ധിയും കൂടെ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതിലെ ചില വഴിപാടുകൾ നിങ്ങൾ ജീവിതത്തിൽ ഇതുവരെയ്ക്കും കഴിപ്പിച്ചിട്ടുണ്ടാവില്ല. അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ചിലപ്പോൾ ഇത്തരം വഴിപാടുകളെ കുറിച്ച് കാണുകയില്ല. നിങ്ങൾ അവിടുത്തെ മേൽശാന്തി എടുത്ത് പറഞ്ഞ് ഈ വഴിപാട് ഇവിടെ നടത്തുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് അത് ചെയ്യുക. ചില ക്ഷേത്രങ്ങളിൽ അവിടുത്തെ ഭാരവാഹികൾ നിർദ്ദേശിക്കുന്ന ചില വഴിപാടുകളെ അവിടെ നടത്തി കിട്ടുള്ളൂ. എങ്കിൽ മറ്റൊരു ക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ മേൽശാന്തിക്ക് അത് ചെയ്ത് തരാൻ കഴിയുമെങ്കിൽ അദ്ദേഹം ചെയ്തു തരും. ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെ തന്ത്രിയോ അവിടുത്തെ ഭാരവാഹികളോ ചില വഴിപാടുകൾ ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അത് ദൗർഭാഗ്യകരമായിട്ടോ അല്ലെങ്കിൽ അവിടെ ഇത്രയും വഴിപാടുകൾ മതി എന്നുള്ള നിശ്ചയം കൊണ്ടോ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ ഈ വഴിപാടുകൾ ശിവക്ഷേത്രത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഏറെ ഗുണകരമായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദ്ര മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വഴിപാട് ജലധാരയെക്കുറിച്ചാണ്. നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെന്നാൽ മിനിമം ചെയ്യുന്ന ഒരു വഴിപാടാണ് ജലധാര എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഒരു പിൻവിളക്കും മിക്കവരും കഴിക്കാറുണ്ട്. എന്താണ് ജലധാര കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭഗവാന്റെ ശിരസിലേക്ക് ധാരയായിട്ട് നൂല് പോലെ ഇങ്ങനെ ജലം ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കും. ഭഗവാന്റെ തീക്ഷ്ണമായ ചൂടിനെ ശമിപ്പിക്കുന്നു. ഈ ചൂടിനെ ശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ദുഃഖദുരിതങ്ങൾ ഒരുപാട് ഉണ്ടാവും. അതിനൊരു ശമനം കൊടുക്കുക എന്നുള്ള ആന്തരികമായ അർത്ഥം ഇവിടെയുണ്ട്. ഭഗവാൻ ഈ ശീതളിമയിൽ നിന്ന് നമ്മളെ പ്രസാദിക്കുകയും നമുക്ക് വേണ്ടുന്ന ജീവിത പുണ്യങ്ങൾ, നമുക്ക് ശാരീരികവും മാനസികവും ഉണ്ടാകുന്ന പ്രയാസങ്ങളെയെല്ലാം അത് ഹനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എനർജി അവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജലധാരയും ഭഗവതിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ പിന്നിലേക്കൊരു പിൻവിളക്കം നൽകുക. അത് ഐശ്വര്യവർദ്ധനവിന്, ശക്തിക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വഴിപാടാണ്. ഇത് ശിവക്ഷേത്രത്തിൽ പോകുന്ന 90% പേരും ജലധാര നടത്താറുണ്ട്, ഭക്തരായിട്ടുള്ളവർ. ഏറ്റവും ചിലവ് കുറഞ്ഞൊരു വഴിപാടുകളിൽ ഒന്നായിരിക്കും ജലധാര എന്ന് തോന്നുന്നുണ്ട്. ആർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന്. എന്തായാലും നിങ്ങൾ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ജലധാര കഴിപ്പിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ. രണ്ടാമത്തത് വില്വപത്രം, കൂവളത്തിലകൾ കൊണ്ടുള്ള അർച്ചനകളാണ്. കൂവളത്തില 3 ചേർന്ന കൂവളത്തില വെച്ച് അർച്ചന കഴിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ പുരോഗതി, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി ഇവയ്ക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് കൂവളത്തിലകൾ 18 കൊണ്ട് ബില്വാഷ്ടകം എന്ന് പറയുക, അല്ലെങ്കിൽ വില്വാഷ്ടകം എന്ന് പറയുന്ന അഷ്ടകത്താൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നമുക്ക് ദാരിദ്ര്യ ദുഃഖ നിവാരണമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ലതാണ്. മാത്രമല്ല ശാരീരികവും മാനസികമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒട്ടേറെ ജരാനരകളെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ഗുണകരമായിട്ട് വരുന്നതാണ്. ശത്രുദോഷം നമുക്ക് നിരന്തരമായിട്ട് ഏറ്റുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെ തടയാനും ഈ വില്വാഷ്ടകം വളരെ ഗുണകരമാണ്. ധനപരമായിട്ടുള്ള മേന്മയ്ക്കും ഈ വില്വാഷ്ടകം വളരെ മേന്മ ഏറുന്ന ഒന്നായിരിക്കും. മൂന്നാമത്തത് മൃത്യുഞ്ജയം ധാര എന്നാണ്. മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ പലരും ചെയ്യും. എന്നാൽ മൃത്യുഞ്ജയം ധാര അധികം പേര് ചെയ്യാറില്ല. ചില ക്ഷേത്രങ്ങൾ ചോദിക്കുമ്പോൾ ജലധാരയുണ്ട്, മൃത്യുഞ്ജയം ധാര ഇല്ല എന്ന് പറയും. പൊതുവിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശംഖെടുത്ത് ശംഖില് മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി ആ തീർത്ഥം ജലധാരയുള്ള ധാരക്കിടാരത്തിലേക്ക് പകരുക എന്നുള്ളതാണ്. അപ്പോൾ അത് മൃത്യുഞ്ജയ ധാര എന്നാണ് അറിയപ്പെടുന്നത്. ഈ വ്യക്തിയുടെ പേര് നാളുകൾ ചൊല്ലി. ഇത് മൃത്യുഞ്ജയന്റെ പവിത്രത നമുക്കറിയാലോ.
മരണദോഷങ്ങളെ പോലെ മാറ്റിയകറ്റുന്ന, നമ്മുടെ ജാതകപരമായിട്ടുള്ള പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുന്നതിനൊക്കെ ഏറെ പങ്കുവഹിക്കുന്ന ഒന്നാണിത്. ആപത്തുകളെ ഒഴിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് മൃത്യുഞ്ജയം ധാര എന്ന് പറയുന്നത്. നാലാമത്തത് ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നുള്ളതാണ്. ശിവക്ഷേത്രത്തിൽ, ചില ക്ഷേത്രത്തിൽ ഇടിച്ചു പിഴിഞ്ഞ വഴിപാട് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ബോർഡിൽ കാണും, പലയിടത്തും ഇത് കാണപ്പെടില്ല. എന്നാൽ ഇത് പറഞ്ഞ് ചെയ്യിക്കേണ്ടുന്ന ഒരു വിശേഷ വഴിപാടാണ്. അവിടുത്തെ മേൽശാന്തിയോട് ചോദിക്കുന്ന യഥാക്രമം ഇത് ചെയ്യാൻ അറിയാവുന്ന മേൽശാന്തിയോട് ചെയ്യും. കാരണം ഇതിന് ഇച്ചിരി മെനക്കേടൊക്കെ ഉണ്ട്. തേങ്ങാപ്പാലെടുത്ത് തയ്യാറാക്കുന്ന ഒരു വഴിപാടാണിത്. അപ്പോൾ അത് അവിടുത്തെ തിരക്കുകളും കാര്യങ്ങളും സംബന്ധിച്ച് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ആ മേൽശാന്തി അത് ചെയ്യാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ പറയാൻ കഴിയുന്നത്. എങ്കിലും ഇത് ചെയ്യുന്ന അമ്പലത്തിൽ നിങ്ങൾ ഈ വഴിപാട് നടത്തിയാൽ വളരെ ഗുണകരമാണ്. ജാതക ദോഷങ്ങളെ ഇടിച്ചു പിഴിയുക എന്നുള്ള സങ്കല്പമാണ് ഇതിലുള്ളത്. അതായത് ദോഷങ്ങളെ കുറുക്കി കളയുക, ഇല്ലാതാക്കി കളയുക എന്നുള്ളതാണ്. നമ്മളിപ്പം ബാധിച്ചുകൊണ്ടിരിക്കുന്ന പലതരം ദോഷങ്ങളെ അത് നിവാരണം ചെയ്യാൻ പലപ്പോഴും രാശിപ്രശ്നമൊക്കെ നോക്കിയിട്ട് ജ്യോതിഷർ പ്രധാനമായിട്ട് എഴുതി കൊടുക്കുന്ന ഒരു വഴിപാടാണിത്. അത് കുടുംബ ഭരദേവതകളുടെ പ്രീതി കിട്ടാത്തപ്പോൾ ചിലപ്പോൾ എഴുതുന്നതാണ്. ചിലപ്പോൾ ശത്രുദോഷം ശക്തിയായിട്ട് നിലനിൽക്കുമ്പോൾ കാണുന്ന ജാതക ദോഷം ശക്തമായിട്ട് നിൽക്കുമ്പോൾ ഇത് കുറിക്കുന്നതാണ്. ചിലപ്പോൾ ആയുർദോഷ ദുരിതങ്ങൾക്ക് പോലും ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന് പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ വളരെ പല കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാവുന്ന നല്ലൊരു വഴിപാടാണ്. തുടർച്ചയായിട്ട് 5 വട്ടമെങ്കിലും നടത്തണം. അത് പ്രദോഷം തോറും നടത്തുന്നതാണ് ഏറെ ഗുണകരമായിട്ട് കാണുന്നത്. അഞ്ചാമത്തത് നീരാജനം എന്നുള്ളതാണ്. നീരാജനം പൊതുവിൽ കേൾക്കുമ്പോൾ എല്ലാവരും ശനിക്കുള്ളത് എന്നുള്ള രീതിയിലാണ് കണക്കൂട്ടുന്നത്. എന്നാൽ ശിവനും ശനിദോഷത്തെ അകറ്റുന്നതിൽ ഏറ്റവും നല്ല ഒന്നാണ് നീരാജനം എന്ന് പറയുന്നത്. നീരാജനം വഴിപാട് പ്രദോഷത്തിനോ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസമോ നമുക്ക് ശിവന് നടത്താവുന്നതാണ്. നീല എരിക്കിൻ്റെ പൂക്കൾ കൊണ്ട് മാല ചാർത്തിയിട്ട് നീരാജനവും കൂടെ തെളിയിച്ചു കഴിഞ്ഞാൽ പല വിധത്തിൽ കഠിനമായിട്ട് നിൽക്കുന്ന ഏഴാണ്ട് ശനി, കണ്ടകശനി, അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് മാറാനും ആ ആളിന് ജീവിതത്തിൽ പുരോഗതി വരുത്താനും ഇത് വളരെ ഗുണകരമാണ്. പക്ഷേ ആ ശനി പ്രഭാവം നിൽക്കുന്ന കാലയളവിലെല്ലാം നമ്മളിത് ചെയ്യണം. ശാസ്താവിന് ചെയ്യും പോലെ തന്നെ ശനിയാഴ്ച ദിവസം ഇത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ആറാമത്തെ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാൽ പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്ക് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസിൽ കൊടുക്കാൻ കഴിയൂ. അപ്പോൾ ഇത് പ്രയോജനപ്പെടുത്തുക. ആറാമത്തത് ഭസ്മാഭിഷേകം എന്നുള്ളതാണ്. ഭസ്മാഭിഷേകം എന്ന് പറയുന്നത് ശിവക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന പ്രധാന വഴിപാടുകളിൽ ഒന്നാണ്. ആയുർദോഷ ദുരിതങ്ങൾ, ജാതക ദുരിതങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിപരമായിട്ടുള്ള ദോഷങ്ങൾ, ഇവയ്ക്ക് പൊതുവിലുള്ള ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒന്നാണ് ഭസ്മാഭിഷേകം. ദൃഷ്ടിദോഷത്തിന് പൊതുവിൽ ഉപയോഗിക്കുന്ന ഒരു നല്ല മാർഗ്ഗമാണിത്. ഇത് തുടർച്ചയായിട്ട് 3 വട്ടമെങ്കിലും പ്രദോഷത്തിൽ ചെയ്യുന്നത് വളരെ മെച്ചമുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഏഴാമത്തെ കാര്യം കൂവളമാല എന്നുള്ളതാണ്. 3 ഇലകളുള്ള കൂവളം വച്ചിട്ട്, കൂവള ഇല വെച്ചിട്ട് നമ്മൾ മാല കെട്ടി ചാർത്തുന്നത് ശനിദോഷം, നമ്മുടെ വീടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നെഗറ്റീവുകൾ, നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷങ്ങൾ, അങ്ങനെയുള്ളവയെല്ലാം ഒഴിഞ്ഞു മാറുന്നതിന് വളരെ ഗുണകരമാണ്. എട്ടാമത്തെ കാര്യം നീലകണ്ഠ ത്രയാക്ഷരി ധാര എന്നുള്ളതാണ്. ഇത് അഭിഷേകമായിട്ട് നടത്താറുണ്ട്. പാലുകൊണ്ട് നീലകണ്ഠ ത്രയാക്ഷരി മന്ത്രത്താൽ അഭിഷേകം ചെയ്യുമ്പോൾ നീലകണ്ഠ ത്രയാക്ഷരി അഭിഷേകമെന്നും, പാലോ പനിനീരോ വച്ചിട്ട് ധാരയിടുന്നത് അത് നീലകണ്ഠ ത്രയാക്ഷരി ധാര എന്നും പറയപ്പെടുന്നു. ഇത് ശക്തമായിട്ടുള്ള ആഭിചാര ദോഷങ്ങൾ, ചെയ്വിനകൾ, അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ബാധിക്കുമ്പോഴാണ് നീലകണ്ഠ ത്രയാക്ഷരി കൊണ്ടുള്ള ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. 9ാമത്തെ കാര്യം രുദ്രാഭിഷേകം എന്നുള്ളതാണ്. വളരെ മഹത്തരമായിട്ടുള്ള ഒന്നാണ് രുദ്രാഭിഷേകം. ഇഷ്ടകാര്യ സാധ്യത്തിന് വേണ്ടിയിട്ട്, പിതൃക്കളുടെ പ്രീതി നമുക്ക് ലഭ്യമാകാൻ വേണ്ടിയിട്ട്, ജാതക ദോഷങ്ങളെ നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ രുദ്രാഭിഷേകം ചെയ്യാറുണ്ട്. അത് പ്രധാനമായിട്ടും പിറന്നാൾ, നമ്മുടെ മാസപ്പിറന്നാൾ തോറും ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പ്രദോഷം തോറും ചെയ്യുന്നത് നന്നാണ്. മലയാള മാസം 1-ാം തീയതി വെച്ച്, തിങ്കളാഴ്ച വെച്ച്, അങ്ങനെയൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് 7 എണ്ണം ചെയ്യുന്നത് ഏറെ ഗുണകരമായിരിക്കും.
10ാമത്തത് അഘോര മന്ത്രാർച്ചന എന്നുള്ളതാണ്. നീല എരിക്കിൻ്റെ പൂക്കൾ കൊണ്ടും അല്ലാതെയും അഘോര മന്ത്രാർച്ചന നടത്തും. കൂവളത്തില കൊണ്ട് ചെയ്യാറുണ്ട്, സാധാരണ ഉതിർപുഷ്പങ്ങൾ കൊണ്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. പ്രധാനമായിട്ടും ജാതകദോഷങ്ങൾ, ബാധാദോഷങ്ങൾ, ആഭിചാര ദോഷങ്ങൾ ഇവയുടെ എല്ലാം ദോഷങ്ങളുടെ കാഠിന്യം കുറച്ചു കൊണ്ടുവരാൻ വളരെ ഗുണപ്രദമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ശിവഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് നടത്താൻ കഴിയുന്ന വിശേഷാലായിട്ടുള്ള കുറച്ച് വഴിപാടുകളെയാണ് നമ്മുടെ പരിചയപ്പെടുത്തി. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. ഇതൊന്നുമല്ല, ഒട്ടനവധി വഴിപാടുകൾ വേറെയുമുണ്ട്. അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിനെ വിശദീകരിച്ച് പറയാം. എന്നാലും പ്രധാനപ്പെട്ട നമ്മുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട വഴിപാടുകളെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു ആചാര്യ നിർദ്ദേശത്തോടു കൂടി ചെയ്യാമെങ്കിൽ ഇതിനോടൊപ്പം വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള കാര്യം കിട്ടും. അല്ലെ തനി അമ്പലത്തിൽ പോയിട്ട് ഈ വഴിപാട് എന്തിനാണ് എന്ന് സംശയിച്ചിരിക്കുന്നവർക്കും നിങ്ങൾക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് നിവാരണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഈ വഴിപാടുകൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.